ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷിഹൂസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ ഒരു ഇഫ്താർ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞ് ഇഫ്താറൊക്കെ റൂമിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ ഒന്ന് ഫസ്റ്റ് തന്നെ ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഓരോ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ ഓരോ ദിവസമായിട്ട് തുറവി ഉണ്ടാവില്ലേ. അപ്പോൾ ഇവിടെ നമ്മളെ ആര് വിളിക്കാനാ, ഒരു തുറവിയില്ല, ഇങ്ങോട്ടേക്കും ആരും വരാനുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കുഞ്ഞു തുറവി റൂമിൽ ഉണ്ടാക്കാമെന്നുള്ളത്. നാട്ടിലങ്ങനെ ഒരുപാട് തുറവിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പോകാനും അങ്ങനെ എല്ലാവരും ഒരുമിച്ചൊന്ന് തുറക്കാനൊക്കെ നല്ല ഒരു സന്തോഷമാണ്. അപ്പോൾ ഇവിടെയും അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ ഉള്ളവർക്ക് അങ്ങനെ തുറവിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല രസം തന്നെയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ ഒരു ഫ്രണ്ട്സും ഇല്ല. ആകെയുള്ളത് റൂമിനടുത്തുള്ള 2-3 ഫാമിലീസാണ് റൂംമേറ്റ്സ്. അവരെല്ലാവരും വൈഫൊക്കെ നാട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അവിടെ അവർ വൈഫൊക്കെ പോയതുകൊണ്ട് അവർ തനിച്ചായതുകൊണ്ട് തന്നെ ഫുഡൊക്കെ പുറത്തുനിന്നാണ് കഴിക്കാറുള്ളത്. അപ്പോൾ അവരെ ഒന്ന് തുറവിക്ക് വിളിക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ പുതിയൊരു മലയാളി ഫാമിലിയും വന്നിട്ടുണ്ട്. അവരെയും കൂടി വിളിച്ച് ഒരു ചെറിയ തുറവി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ചിക്കനൊക്കെ ഒന്ന് ഫ്രീസറിൽ നിന്ന് തലേ ദിവസം തന്നെ ഒന്ന് മസാലയൊക്കെ ഒന്ന് തേച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് തലേ ദിവസം തന്നെ പുറത്തേക്ക് എടുത്ത് വെച്ചതാണ്. അപ്പോൾ അവർ 5 പേരും ഞങ്ങൾ 3 പേരും കൂടിയിട്ട് 8 ആൾക്കുള്ള ഫുഡാണ് ഉണ്ടാക്കേണ്ടത്. ഫസ്റ്റൊക്കെ നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ചിക്കൻ എത്ര വേണം. കാരണം നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം പറഞ്ഞു തരാനും ഒപ്പത്തിന് നമ്മുടെ ഉമ്മയുണ്ടാവും. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ തന്നെ, ഞാൻ തന്നെ നോക്കണം. റെൻകാക്കാനെ കിച്ചണിലുള്ള ഒരു പണിക്കും റെൻകാക്കാനെ കിട്ടൂല കേട്ടോ. ഇനിയിപ്പോൾ പാത്രം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്ലീൻ ചെയ്ത് തരുമെന്നല്ലാതെ ഫുഡ് ഉണ്ടാക്കാനൊന്നും അറിയില്ല, ഇനി കൂടി തരുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ എല്ലാം റെഡിയാക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് തന്നെ ഇപ്പോൾ ഞാനൊരു ഏകദേശം അളവൊക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. കുറച്ച് ഫിഷും ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഫിഷ് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടി പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കണം അതൊക്കെ ഒന്ന് ഫസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. ചിക്കൻ ബിരിയാണി, അതിൻ്റെ കൂടെ പത്തിരിയും പൂരിയും പിന്നെ സ്നാക്സ് 2 ചെറിയ സ്നാക്സ് എന്തെങ്കിലും, അതിൻ്റെ കൂടെ ജ്യൂസും പിന്നെ ഒരു ചെറിയ പുഡിങ്ങും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് തലേ ദിവസം തന്നെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളിയൊക്കെ പുറത്തേക്ക് എടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ തലേ ദിവസം പണികളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചാൽ അന്നത്തെ പണിയൊക്കെ പെട്ടെന്നൊന്ന് തീർക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ഉള്ളിയൊക്കെ ഒന്ന് തൊലിച്ച് അരിഞ്ഞ് വെക്കുക, അല്ലെങ്കിൽ തൊലിച്ച് വെക്കുക. അതുപോലെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി അതൊക്കെ ഒന്ന് ചതച്ച് തൊലി കളഞ്ഞ് ചതച്ച് വെക്കുക. ചിക്കന് ഇതുപോലെ മസാലയൊക്കെ ഒന്ന് തേച്ച് വെച്ചാൽ നന്നായിട്ട് പിടിച്ച് കിട്ടുകയും ചെയ്യും, പണി എളുപ്പമാവുകയും ചെയ്യും. ഇതിപ്പോൾ ഫ്രഷ് ചിക്കൻ വാങ്ങിയതുകൊണ്ട് തന്നെ ഞാൻ ലെഗ് പീസാണ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഫുൾ ചിക്കൻ വാങ്ങിയാൽ അത് കട്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്, ഞാൻ തന്നെ കട്ട് ചെയ്യണം. അപ്പോൾ ലെഗ് പീസ് ആയതുകൊണ്ട് കട്ട് ചെയ്യാൻ കുറച്ച് സിമ്പിളാണല്ലോ. അപ്പോൾ തൊലിയൊക്കെ ഒന്ന് ഫസ്റ്റ് കളഞ്ഞെടുക്കണം, എന്നിട്ട് വേണം ഓരോന്നും കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനെല്ലാം മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ബിരിയാണിക്കുള്ള മസാല തേച്ച് വെക്കുകയാണ്. ഇപ്പോൾ പൊരിച്ച ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊക്കെ ഒന്ന് മസാല തേച്ച് വെക്കുകയാണ്. അപ്പോൾ അതും ഒന്ന് തേച്ച് വെച്ചു. അതിൻ്റെ കൂടെ തന്നെ ഫിഷ് ഫ്രൈക്കുള്ള ഫിഷും കൂടി ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചിക്കൻ ഫ്രൈയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, അത് വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ തലേ ദിവസം ഏകദേശം പണികളെല്ലാം സെറ്റാക്കി എല്ലാം റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം മോർണിംഗിൽ തന്നെ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഒറ്റക്കാണ് എല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ സമയമാകുമ്പോഴേക്കും പണികളെല്ലാം തീരൂലേ എന്ന് ഒരു ടെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കിച്ചണിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എത്രയും നേരത്തെ പണികളൊക്കെ തീർത്താൽ അത്രയും സമാധാനത്തിലിരിക്കാമല്ലോ. അപ്പോൾ രാവിലെ തന്നെ കിച്ചണിലോട്ട് വന്ന് ഫസ്റ്റ് തന്നെ ഞാൻ സ്നാക്സിനുള്ള മസാല തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പം ഞാൻ ഇന്നിപ്പോൾ ചിക്കൻ കാലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കാൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എല്ലാവരും മാവൊക്കെ ഉണ്ടാക്കിയിട്ട്
അതിനുള്ള ഡവ്വൊക്കെ റെഡിയാക്കിയിട്ട് പരത്തിയിട്ടാണ് ചിക്കൻ കാല് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കുറച്ച് സമയം എടുക്കുന്ന പണിയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ചിക്കൻ കാല് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. മറ്റുള്ള റെസിപ്പീസൊന്നും ഇതിൽ പറയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോവും, പിന്നെ ടൈമും ഒരുപാടായി പോവും. അതുകൊണ്ട് ഇത് മാത്രമേ റെസിപ്പി ആയിട്ട് കാണിക്കുന്നുള്ളൂ. സ്നാക്സായിട്ട് കുറച്ച് ചിക്കൻ കാലും പിന്നെ ചിക്കൻ പൊക്കവാടയും കൂടി ഉണ്ടാക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മസാല തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് വലിയ ഉള്ളിയും അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കുറച്ച് മല്ലിയില, കറിവേപ്പില അതൊക്കെ അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സാധാരണ കട്ട്ലേറ്റും അതൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മസാലയിൽ ചിക്കന് വേവിച്ചിട്ടാണ് ഇടാറുള്ളത്. അപ്പം ഞാനിതിൽ ചിക്കന് ജസ്റ്റ് ഒന്ന് ശാലോ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഏറെ ടേസ്റ്റാണ്. മറ്റേതിലേറെ ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ മസാലയ്ക്കൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, കുറച്ച് ഗരം മസാലയും കൂടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് നേരം വഴറ്റിയെടുക്കൊന്നും വേണ്ട. നമുക്ക് ആ ഒരു ഷേപ്പിന് ആക്കിയെടുക്കുന്ന രീതിയിലൊന്ന് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അങ്ങനെ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചിക്കൻ ഒന്നങ്ങ് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മൊത്തം അതിലോട്ടുള്ളതല്ല കേട്ടോ, കുറച്ച് ചിക്കൻ പൊക്കവടയും കൂടി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടാണ് പൊക്കവട ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചിക്കൻ ആ ഒരു ചോപ്പറിലിട്ട് വലിച്ചിട്ട് ഇതിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ട് അടിച്ചാൽ നന്നായിട്ടൊന്ന് പൊടിഞ്ഞു പോവും. അത്രക്ക് പൊടിച്ചെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ചിക്കൻ ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് പൊട്ടറ്റോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചെടുത്ത പൊട്ടറ്റോസാണ്. ഒരുപാട് പൊട്ടറ്റോസ് ഇട്ട് കൊടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് നമുക്ക് ഷേപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ബലത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ പൊട്ടറ്റോസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടറ്റോസൊക്കെ ഒന്ന് മാഷ് ചെയ്തിട്ട് അതിൽ എല്ലായിടത്തും മിക്സ് ആക്കിയിട്ട് എടുക്കുക. അങ്ങനെ ചിക്കൻ കാലിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് തണുത്തതിന് ശേഷം ഇതൊന്ന് ഷേപ്പാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ബ്രെഡ് കൊണ്ടാണ് ചിക്കൻ കാൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ബ്രെഡിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ആ മസാലയൊന്ന് വെച്ച് കൊടുത്തിട്ട് 4 ഭാഗവും ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കിയിട്ട് എടുത്തിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഒരു ഫ്രഞ്ച് ഫ്രൈയും കൂടി ഇങ്ങനെ കാലാക്കിയിട്ട് ചിക്കൻ്റെ കാലാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ കോർണർ ഭാഗം നന്നായിട്ടൊന്നിങ്ങനെ ഒട്ടിച്ച് വെക്കുക കേട്ടോ. കാരണം അതിൻ്റെ ഉൾഭാഗത്തു കൂടി എണ്ണയൊന്നും കയറാൻ പാടില്ല. ആ രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് അവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ചിക്കൻ കാലിൻ്റെ ഷേപ്പിൽ തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ചിക്കൻ കാല് ഉണ്ടാക്കിയെടുക്കാൻ നല്ലത്. കാരണം മറ്റു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡഫ് തയ്യാറാക്കിയെടുക്കണം, അത് പരത്തിയെടുക്കണം, അതൊക്കെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയാകുമ്പോൾ വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വല്ല ഫംഗ്ഷനൊക്കെ വെക്കുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് ഇനി ഇതൊന്ന് മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ട് കുറച്ച് ബ്രെഡ് ക്രബ്സും കൂടി അതിൻ്റെ മുകളിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ലാസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും.
ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരടുപ്പത്ത് ഞാൻ ബിരിയാണിക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അടുപ്പത്ത് ഇതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോ പണികൾ ഓരോന്നായിട്ട് തീർക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഈ ചട്ടിയിൽ ഫസ്റ്റ് ഒന്ന് ബിരിയാണിക്കുള്ള ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഈ പൊരിച്ച ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓയിലാണ് ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലാകെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അവിടെ ആകെ ഓയിൽ സ്പ്രെഡായി കിടക്കും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. അപ്പോൾ പെട്ടെന്നുള്ള പണിയായതുകൊണ്ട് അങ്ങനെ നല്ല ഭംഗിയിലൊന്നും വീഡിയോ എടുക്കുന്നില്ല. അപ്പോൾ ഞാനിത് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇത് ഫ്രൈ ആക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ആ ഒരു ഫ്രഞ്ച് ഫ്രൈൻ്റെ കാല് പൊട്ടിപ്പോവാതെ നോക്കണം കേട്ടോ. ഒരുപാട് ഇട്ട് കൊടുക്കാതെ ഒരു 2 എണ്ണം വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ കുറച്ച് വലിയ പാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ സിമ്പിളായിരിക്കും. അങ്ങനെ ചിക്കൻ കാല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സ്നാക്സ് റെഡിയായി. ഇനി രണ്ടാമത്തെ സ്നാക്സ് ആയിട്ടുള്ള പൊക്കവടയും കൂടി മാവൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഫ്രൈ ആക്കി കഴിഞ്ഞാൽ അതും കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് നേരത്തെ ആ ഒരു ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാടൊന്നും പൊക്കവട ഉണ്ടാക്കിയെടുക്കുന്നില്ല, ജസ്റ്റ് കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. കാരണം അങ്ങനെ ഒരുപാടൊന്നും ആരും കഴിക്കില്ല. അങ്ങനെ അതിലോട്ട് കുറച്ച് വലിയുള്ളി ചെറുതായി അരിഞ്ഞതും, കുറച്ച് ഇഞ്ചി, കുറച്ച് മല്ലിയില, കറിവേപ്പില, പച്ചമുളക് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് മൈദപ്പൊടിയും കുറച്ച് കടലമാവും അല്പം കോൺഫ്ലോറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലോട്ട് അല്പം ബേക്കിംഗ് സോഡ, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പൊക്കവട. അപ്പോൾ ഇതിൻ്റെ ഒന്നും റെസിപ്പി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ കാണിക്കുന്നുള്ളൂ. ഞാൻ ഫസ്റ്റ് ആ ഒരു മസാലയൊക്കെ റെഡിയാക്കി എടുത്തിട്ട് പിന്നെ പത്തിരിപ്പണി കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ നേരിട്ട് നിങ്ങൾക്കിങ്ങനെ കാണിച്ചു തന്നുള്ളൂ. പത്തിരിപ്പണിയാണ് എനിക്ക് ഏറ്റവും കുറച്ച് ടൈം എടുക്കുന്ന പണിയായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി അല്ലെങ്കിൽ കുറച്ച് നേരം എടുക്കുന്ന പണി ഏതാണോ അത് ഫസ്റ്റ് കഴിച്ചെടുത്താൽ കുറച്ച് ആശ്വാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പത്തിരിപ്പണി ആദ്യം തന്നെ കഴിച്ച് പത്തിരിയൊക്കെ ചുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും അതൊക്കെ ഒന്ന് തണുക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആവിയിൽ ചൂടാക്കിയെടുത്താൽ നല്ല സോഫ്റ്റ് പത്തിരി തന്നെ ആയിക്കിട്ടും. അപ്പോൾ പത്തിരിയെല്ലാം ഫസ്റ്റ് തന്നെ റെഡിയാക്കി എടുത്തിട്ടാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാനോ ഒക്കെ നിന്നിട്ടുള്ളത്. അങ്ങനെ ആ ഒരു സ്നാക്സ് രണ്ടും റെഡിയായി. ഇനി മൂന്നാമത്തത് പുഡിങ് തയ്യാറാക്കിയെടുക്കലാണ്. ഇപ്പോൾ നവാബി സമായി ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൻ്റെ മുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി പുഡിങ്ങാണ്. നല്ല നമ്മളെ ഫങ്ഷനും എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഷാർപ്പായിട്ടുള്ള വേമസല്ലി എടുത്തിട്ടുണ്ട്. അതിലോട്ട് പൊടിച്ച പഞ്ചസാര, പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഹോർലിക്സ് ആണ് കേട്ടോ. ഇതിലോട്ട് പാൽപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എൻ്റെ കയ്യിൽ പാൽപ്പൊടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഹോർലിക്സ് ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ടേസ്റ്റിന് വലിയ മാറ്റമൊന്നുമില്ല, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എന്നിട്ട് അതിലോട്ട് അല്പം ബട്ടറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല. ഈ ഒരു നവാബി സമായിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ വേണമെന്നുണ്ടെങ്കിൽ അതിൽ പോയിട്ട് നോക്കിയാൽ മതി. ആ വേമസല്ലി നന്നായിട്ട് കൈകൊണ്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് ഇതിനുള്ള ഉള്ളിലോട്ടുള്ള ക്രീമും കൂടി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് കുറച്ച് പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് മിൽക്ക് മെയ്ഡും കുറച്ച് കോൺഫ്ലവറും അതുപോലെ കുറച്ച് കസ്റ്റാർഡ് പൗഡറും കൂടി മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുള്ള അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രീമാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അതൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പുഡിങ് സെറ്റാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ആ വേമസല്ലി റെഡിയാക്കി വെച്ചത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ആ ഒരു ക്രീമും കൂടി സെറ്റാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും വേമസല്ലി സെറ്റാക്കി വെക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ റെഡിയാക്കാം കേട്ടോ. ഇനിയിപ്പോൾ 2-3 ലെയറാക്കിയിട്ടും വെക്കാം. ഇങ്ങനെ ഏത് രീതിയിലാണെങ്കിലും റെഡിയാക്കാം. ഏറ്റവും മുകളിലായിട്ട് കുറച്ച് പിസ്ത ക്രഷ് ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ നമുക്ക് ആ ഒരു ടൈം ആകുമ്പോഴേക്കും നന്നായിട്ടൊന്ന് തണുത്ത് നല്ല ടേസ്റ്റി ആയിട്ട് റെഡി ആയിക്കോളും. ഇതിപ്പോൾ ഞാൻ പത്തിരിക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുള്ളതാണ്. നല്ല സോഫ്റ്റ് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റ് പത്തിരി തന്നെയായിരുന്നു കേട്ടോ. ഞാൻ രാവിലെ ഫസ്റ്റ് ഒരു മസാലയൊക്കെ തയ്യാറാക്കിയിട്ട് പിന്നെ റെഡിയാക്കിയിട്ടുള്ളത് ഈ ഒരു പത്തിരിയാണ്. അപ്പം ഞാൻ വൈകുന്നേരം അത് എടുത്തപ്പോൾ നല്ല സോഫ്റ്റ് പത്തിരി തന്നെയാണ്. രാവിലെ റെഡിയാക്കി വെച്ചിട്ടും നല്ല കട്ടിയൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. നല്ല സോഫ്റ്റ് തന്നെയായിരുന്നു എത്ര നേരം വെച്ചിട്ടും. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൻ്റെ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ, അതിൻ്റെ ലിങ്ക്. അപ്പോൾ ഇത് റെഡിയാക്കിയിട്ടാണ് ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ പത്തിരി ചുട്ടെടുക്കലാണ്. ഇപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2-3 അടുപ്പത്ത് ചട്ടിയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ വലിയ ചട്ടി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ പത്തിരി ചുട്ടെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിലുള്ള ചട്ടി എന്ന് പറയുന്നത് ഈ ഒരു ചട്ടിയാണ് കേട്ടോ. അപ്പോൾ 2 ചട്ടിയിലായിട്ടാണ് ചുട്ടെടുക്കുന്നത്. ഉള്ളതനുസരിച്ച് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുമ്പോൾ ഫുൾ അഡ്ജസ്റ്റ്മെൻ്റാണ്. നമ്മുടെ കയ്യിൽ ഉള്ളത് എന്താണോ അതിനനുസരിച്ചാണ് എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ഞാനിപ്പോൾ ഇതൊന്ന് ചുട്ടെടുക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല. നല്ല പൊള്ളച്ച് വന്നിട്ടുള്ള നല്ല പൊള്ളയായിട്ട് വന്നിട്ടുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള പത്തിരി തന്നെയാണ് കേട്ടോ. ബിരിയാണീൻ്റെ കൂടെ കുറച്ച് പത്തിരിയും അതിൻ്റെ കൂടെ കുറച്ച് പൂരിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പത്തിരി പണി കഴിഞ്ഞപ്പോൾ വേഗം പൂരിയുടെ പണിക്കായിട്ട് നിന്നു. ഇപ്പോൾ ഗോതമ്പ് പൂരിയാണ്. നമ്മുടെ നല്ല പഫായിട്ട് വരുന്ന ഗോതമ്പ് പൂരി അല്ല കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ നല്ല പഫാവാത്ത നമ്മുടെ പപ്പടം പോലത്തെ പൂരി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതാണ് ഞാനിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നന്നായിട്ടൊന്ന് പൊള്ളച്ച് വരാത്തത് കേട്ടോ. അപ്പോൾ അതും കൂടി റെഡിയാക്കിയിട്ടാണ് പിന്നെ ഈ ഒരു ഓയിലിൽ ഞാൻ ഓരോന്നും ഫ്രൈ ചെയ്യാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ലാസ്റ്റിൽ സ്നാക്സൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ബിരിയാണിക്കുള്ള ആ ഒരു ഉള്ളിയും ആ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ചിക്കൻ ഫ്രൈയും ഫിഷ് ഫ്രൈയും കൂടി ഉണ്ടായിരുന്നു. അതും കൂടി ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റിലാണ് ഞാൻ ബിരിയാണിയുടെ പണിക്കായിട്ട് നിന്നത് കേട്ടോ. അപ്പോൾ ലാസ്റ്റിൽ നമുക്ക് ബിരിയാണി അറിയുന്നത് ഒരുപാട് മസാലയും ആ ഒരു ഫ്രൈയും എല്ലാം കഴിഞ്ഞാൽ പിന്നെ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ആ ഒരു ഫ്രൈ ചെയ്യുന്ന പ്രോസസ്സാണ് ഒരുപാട് ടൈം എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കിട്ടിയപ്പോൾ ലാസ്റ്റ് ബിരിയാണിക്കായിട്ട് നിന്നും. അങ്ങനെ ബിരിയാണിയൊക്കെ ഒന്ന് റെഡിയാക്കി ദമ്മിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ അവിടെ റെഡിയാക്കി വെച്ചു. പിന്നെ ജ്യൂസും അടിച്ച് എല്ലാം സെറ്റാക്കി. പിന്നെ കുറച്ച് അവസാനം നമുക്ക് എടുക്കുന്ന പണിയാണ് പാത്രം കഴുകൽ.
അപ്പോൾ എന്നത്തെയും പോലത്തെ പാത്രം ഇന്ന് ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം ഞാൻ ഓരോ പണികൾ എടുക്കുമ്പോൾ അപ്പം തന്നെ കൂടുതലും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഒരുപാട് പാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പാത്രം കഴുകുന്ന ഡ്യൂട്ടി ഇന്നത്തേത് മാത്രം റെൻകാക്കാൻ്റെ ആയിരുന്നു. അപ്പോൾ ഒരുപാട് പാത്രമൊന്നും കഴുകാനില്ലായിരുന്നു. അങ്ങനെ നോമ്പ് തുറക്കാനുള്ള ടൈം ആയപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കി സെറ്റാക്കി വെച്ചു. നമ്മുടെ പുഡിങ്ങും ആ ഒരു ചിക്കൻ കാലും പൊക്കവടയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ലൈറ്റ് കുറവാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇതിങ്ങനെ കരിഞ്ഞതുപോലെ നിൽക്കുന്നത്. കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അവർ വന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാനുള്ള ആ ഒരു മൂഡൊന്നും അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഒന്ന് റെഡിയാക്കി വെച്ചപ്പോൾ എടുത്തിട്ടുള്ളതാണ്. അങ്ങനെ നോമ്പൊക്കെ അൽഹംദുലില്ലാ തുറന്ന് നമസ്കാരമൊക്കെ കഴിഞ്ഞെത്തിയപ്പോഴേക്കും കഴിക്കാനുള്ള ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ കിച്ചണിലോട്ട് രാവിലെ മോർണിംഗിൽ തന്നെ കയറിയതുകൊണ്ട് തന്നെ തുറക്കുന്നതിൻ്റെ ഒരു 1 hour മുമ്പ് തന്നെ എല്ലാ പണിയും കഴിഞ്ഞ് ഒക്കെ സെറ്റാക്കി റെഡിയാക്കി വെക്കാനായിട്ട് പറ്റി. ഞങ്ങൾക്ക് ടേബിളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നിലത്താണ് കേട്ടോ എല്ലാം സൂപ്പർ വിരിച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ പാർക്കിലൊക്കെ പോയാൽ എല്ലാവരും നിലത്തിരുന്നിട്ടാണല്ലോ കഴിക്കൽ, അതുപോലെ തന്നെ റൂമിലും നിലത്ത് റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ റൂമിലെ കുഞ്ഞു തുറവി. ഇപ്പോൾ ഫ്രണ്ട്സൊന്നും ഇല്ലെങ്കിലും ആരെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ചിട്ട് ഒരു കുഞ്ഞു തുറവി ഉണ്ടാക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അത് സാധിച്ചു. നല്ല ടേസ്റ്റ് ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാം അൽഹംദുലില്ലാ നല്ല റാഹത്തായി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം പുതിയ വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ ആ ഒരു തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലും കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.